റാന്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആശങ്ക ഒഴിയുന്നുണ്ട്. രാത്രിയിൽ പെയ്ത മഴ നിലച്ചതോടെ വെള്ളം പൂർണ്ണമായും വലിഞ്ഞു. എന്നാൽ അന്തരീക്ഷം മേഘാവൃതമായി നിലനിൽക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. റാന്നിയിൽ നിലവിൽ ജാഗ്രതയുടെ മണിക്കൂറുകളാണ്. രാവിലെ മുതൽ ശക്തമായ മഴ റാന്നി ഭാഗത്ത് ലഭിക്കുന്നുണ്ടായിരുന്നു. റാന്നി ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വനമേഖലകളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. കിഴക്കൻ പ്രദേശങ്ങളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉച്ചയോട് കൂടിയിട്ട് മഴയ്ക്ക് താൽക്കാലിക ശമനം വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മഴ പെയ്യുമോ അല്ലെങ്കിൽ വെള്ളം കയറുമോ എന്നുള്ള ജാഗ്രതയിലും ഭയത്തിലുമാണ് റാന്നി നിവാസികൾ എന്ന് പറയുന്നത്. അടിക്കടി ഉണ്ടാകുന്ന ഫ്ലാഷ് ഫ്ലഡ് മൂലം റാന്നിയിലെ വ്യാപാരികൾ അത്യന്തം ദുരിതത്തിലാണ്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് ടെക്സ്റ്റൈൽ വ്യാപാരികൾ, പലചരക്ക് വ്യാപാരികൾ, ചെരുപ്പ് കടകൾ, ഇവരെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ മുഴുവൻ കഴിഞ്ഞ ദിവസത്തെ ഫ്ലാഷ് ഫ്ലഡിൽ നശിച്ചുപോയി. ഒരു 10-75 ചാക്ക് ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ മാക്സിമം കയറ്റി ബാക്കി ചെയ്ത്. അടുത്ത മാസത്തേക്ക് ഓണമല്ലേ, അതിനോടുള്ള വന്നതാണ്. ഇവിടെ പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. 3 മണി മുതൽ ഭയങ്കര വെള്ളമായിരുന്നു. ഒന്നും ചെയ്യാനൊക്കെ അങ്ങനെ പറ്റി. ഇപ്പം റേഷൻ കടയൊക്കെ കിടക്കുന്നതല്ലേ കണ്ടു, കഷ്ടമുണ്ട്. ഇന്നലെ മിന്നൽ പ്രളയ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. ചില ഭാഗങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ചില മാമുക്ക് ജംഗ്ഷൻ, അതുപോലെ തന്നെ ചെട്ടിമുക്ക് ഏരിയകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. എന്നാൽ ബാക്കി പ്രദേശങ്ങളിലൊന്നും തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പമ്പയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ വർദ്ധിച്ചിരുന്നു. ഈ വനമേഖലകളിൽ ഉൾപ്പെടെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയുണ്ടായിരുന്നതിനാൽ ഈ പമ്പയാറ്റിലും അതുപോലെ തന്നെ കക്കട്ടയാറിലുമൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.